ഇപ്പൊ അങ്ങനത്തെ കാലമല്ലേ. അല്ല, ഇത്രയും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ആരെങ്കിലും മോഷ്ടിക്കാൻ വരും? എന്നാലും കരുതിയിരിക്കണം. നല്ല ആരല്ലേ ഇവിടെ? പച്ചില്ലെന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ ബാക്കിയുള്ളവരോട് പോയി പാടിട്ടുമായിരുന്നു. എവിടെ അനങ്ങി പോകരുത്. ആരാ? ഞാൻ ഈ വീട്ടിന്റെ ഓണർ. നീ ഈ വീടിന്റെ? അല്ല, ഓണർ അല്ല, ഞാൻ ഈ വീട്ടിന്റെ സെക്യൂരിറ്റി കം സ്റ്റാഫ്. ഈ വീട്ടിലുള്ള അനങ്ങിയ പോലും ഈ ഞാൻ അറിയും. ഞാൻ ഇപ്പൊ എന്താണ് മക്കളെ? അല്ലല്ല, ഇപ്പൊ നിങ്ങൾ വന്നതിന്റെ ഉദ്ദേശം പറയും. നിങ്ങൾ എവിടെ നിന്ന് വന്നു, എന്തിനു വന്നു, എങ്ങനെ വന്നു പറയും. അത് നിന്റെ അടുത്ത് പറയേണ്ട ആവശ്യം? അത് ഇപ്പൊ നിങ്ങളെ ഇപ്പൊ അകത്തോട്ട് വരണമെങ്കിൽ എന്റെ ആശാനോട് പെർമിഷൻ ചോദിച്ചിട്ട് വേണം വരാൻ. മുൻകൂട്ടി പെർമിഷൻ ഒക്കെ എടുക്കണം. അതെ, നിന്റെ ആശാന്റെ അടുത്ത്. എടാ കൊച്ചെറുക്ക, നിന്റെ ആശാൻ എന്ന് പറയുന്നത് എന്റെ ആരാന്ന് അറിയും? അതിപ്പോ എനിക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. അറിയേണ്ട ആവശ്യമില്ല? ഇല്ല. എന്നാ എനിക്ക് പറയേണ്ട ആവശ്യമുണ്ട്. എന്റെ അപ്പൂപ്പനാണ് നിന്റെ ആശാൻ, മനസ്സിലായോ? കേട്ടോ? അവിടെ അങ്ങോട്ട് മാറി ഇന്ന് കേട്ടോ, എന്നെ തടയാൻ നീ വരണ്ട. ഉണ്ടാക്കിയ ശേരം എന്റെ ആശാനോട് പോയി പെർമിഷൻ എടുക്കാതെ. എന്റെ ആശാന്റെ അപ്പൂപ്പനെന്നാണ് ഈ ചെറുക്കിന്. നീ ഇങ്ങോട്ട് മാറിയില്ല. ഓക്കെ, എടാ, എന്റെ സൈക്കിളില് കുറച്ച് പച്ചക്കറികൾ ഇരിപ്പുണ്ട്. അതെടുത്ത് അകത്തേക്ക് വെച്ചേ കേട്ടോ. അല്ല വേണ്ട, നീ അകത്തേക്ക് നീ അകത്തൊന്നും കയറി അങ്ങനെ ശീലിക്കണ്ട. ഇവിടെ പുറത്ത് വെച്ചിരുന്നാൽ ഞാൻ പിന്നെ ഒന്ന് എടുത്തോളാം. ഓക്കെ? അല്ല, ഞാൻ നിങ്ങളെ പച്ചക്കറി എടുത്തു വെച്ചാൽ നിങ്ങളെ വേലക്കാരനൊന്നും അല്ല. ഞാനാണെങ്കിൽ യൂട്യൂബിൽ 1000 കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു യൂട്യൂബർ ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ കാണേണ്ട രീതിയിൽ കാണണം. സൗകര്യമില്ല കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ, ഒബേ മൈ ഓർഡേഴ്സ്. പോയി എടുത്തു വയ്ക്ക്. ഓക്കെ? എനിക്കൊരു പാരയാവുമല്ലോ. ഇത് എല്ലാരും എവിടെ പോയത്? കഥവും തുറന്നിട്ടൊരു ചെറിയ പയ്യനെ ഏൽപ്പിച്ചിട്ട് അങ്ങ് പോയിരിക്കുന്നു. അച്ഛമ്മ പോയി. ആമങ്കൾ എവിടെ? മോളി കാണാം. എന്തോടെ? മതിയായി ഈ ഭൂമിയിലെ ജീവിതം. ഇന്നെനിക്ക് മതിയായി. എന്ത് രസമായിരുന്നടി നമ്മളെ ജീവിതം. അതിൻ്റെ ഇടയിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഒരു വാക്കിൻ്റെ അടുത്ത് പറഞ്ഞുകൂടെ? രമേശ് കുഴപ്പമില്ല. ഇത് വിഷമല്ല, ഇതൊരു രക്ഷപ്പെടലാണ്. ഈ വിഷമത്തിൽ നിന്നുള്ള എന്റെ രക്ഷപ്പെടൽ, എന്റെ സന്തോഷം. എന്താ അവിടെ? ആരെങ്കിലും വീണോ അവിടെ? എന്ത് ശബ്ദം കേട്ടോ അവിടെ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊണ്ടുപോ. നീ എന്തിനാണ് കൂവണം? നീ ഇപ്പൊ എപ്പോ വന്ന്? എന്ത് കാര്യം? എന്തിനാ വിഷമൊക്കെ കുടിക്കണേ? എന്ത് വിഷമോ? എനിക്കൊരു വിഷമോ ഇല്ലടി. എടി, മറ്റന്നാൾ ഒരു സിനിമയിലെ ഓഡിഷൻ, ഞാൻ അത് പ്രാക്ടീസ് ചെയ്തതാണ്. ഇവിടെ ഒറ്റ മനുഷ്യനില്ലെന്ന് വിചാരിച്ച് ഇത്തിരി തുറന്ന് പ്രാക്ടീസ് ചെയ്തപ്പോ അവള് ഇതാ ബസ് പിടിച്ച് വന്നേക്കുന്നു. ബസ്സല്ല, സൈക്കിൾ. എന്തായാലും വന്നല്ല. എന്താ?
എന്റെ അമ്മേ. എടാ രാമേ, ഒന്നിങ്ങോട്ട് ഓടി വന്നേ, എന്റെ കൈ പോയി. ആരേലും വന്നോ? ശങ്കര, ആരും ഇല്ല ഇവിടെ. അയ്യോ, ഇത്ര സൗണ്ട് കേട്ടോ. അപ്പാച്ചി അപ്പാച്ചി എന്താ പറ്റി? ഇവിടെയൊക്കെ ബഹളം കേട്ടോണ്ട് ഓടി. അയ്യോ, തൊള്ളില്ല, തൊള്ളില്ല. അയ്യോ, ഓടി വന്നതാ. ഇവളാണ് വേണം വെച്ചത്. ഞാനല്ല. എന്താ അവിടെ? അത് അച്ഛമ്മ എനിക്കൊരു ചെറിയ ഒരു അബദ്ധം പറ്റി. എന്തോ അബദ്ധമാ? രാമങ്ങൾ എന്തോ ഒരു സിനിമയുടെ ഓഡീഷന് വേണ്ടി സൂസൈഡ് ചെയ്യാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്തത്. അപ്പൊ ഞാൻ വിചാരിച്ച് ആത്മഹത്യ ചെയ്യാൻ പോണം. നീ വിചാരിച്ചല്ലേ അവനെ കൊള്ളായിരുന്നല്ലേ? നിന്റെ ബഹളം കേട്ടോ ഞാൻ ഓടി വന്നറിയാം, എന്റെ കൈ പോയി. സോറി അച്ഛമ്മ. അച്ഛമ്മ പിടി പിടി പിടിക്കാനെങ്കിലും എന്നെ. ഓ പിടിക്കാം പിടിക്കാം. അയ്യോ അപ്പുറത്ത് വാ, ഇവിടെ വാ, ഇവിടെ വാ. ഇതിപ്പോ ഞാൻ എവിടെ പിടിക്കണത്? ഒക്കെ നീ കണ്ടോ പിടിച്ചോണ്ടല്ലേ? ഒക്കെ പതുക്കെ പതുക്കെ. അയ്യോ, എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. പിന്നെ പിടിക്കാൻ പറഞ്ഞു പൊക്കാനാ. അയ്യോ, അപ്പൊ ചെന്ന് എനിക്ക് ചെടി ഒന്ന് എവിടെ? ഇവിടെ കൈ. പതുക്കെ എണീക്കാൻ പറ്റും. കൈ പിടിക്കല്ലേ? പോക്കറ്റ്